കർണാടകയിലെ കുടക് ജില്ലയിൽ ട്രക്കിങ്ങിനിടെ മലയാളിയായ IT പ്രൊഫഷണൽ ശരണ്യ GS എന്ന യുവതിയെ കാണാതായി. കുടകിലെ ഏറ്റവും ഉയർന്ന കൊടുമുടിയായ തടിയൻഡമോൾ കയറുന്നതിനിടയിലാണ് യുവതിയെ കാണാതായത്. വ്യാഴാഴ്ച മുതൽ കാണാതായ ശരണ്യയെ കണ്ടെത്താനുള്ള തിരച്ചിൽ 3-ാം ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഏപ്രിൽ 2-ന് കൊച്ചിയിൽ നിന്ന് ഒറ്റയ്ക്ക് കുടകിലെത്തിയ ശരണ്യ നാപ്പോക്ലുവിനടുത്തുള്ള യാവുകപ്പാടി ഗ്രാമത്തിലെ ഒരു ഹോം സ്റ്റേയിലാണ് താമസിച്ചിരുന്നത്. അന്ന് രാവിലെ 8:15ഓടെ വനംവകുപ്പിന്റെ അനുമതി വാങ്ങിയാണ് അവർ തടിയൻഡമോൾ കയറാൻ പോയത്. കാട്ടാന ശല്യമുള്ള പ്രദേശമായതിനാൽ മറ്റ് 10 പേരടങ്ങുന്ന സംഘത്തിനൊപ്പം പോകാൻ വേണ്ടിയിട്ട് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ നിർദ്ദേശിച്ചിരുന്നുവെങ്കിലും ശരണ്യ ഒറ്റയ്ക്ക് യാത്ര തുടരുകയായിരുന്നു. വൈകുന്നേരം 4 മണിയോടെ ട്രക്കിങ്ങിന് പോയ സംഘം തിരിച്ചെത്തിയെങ്കിലും ശരണ്യ അവരോടൊപ്പം ഉണ്ടായിരുന്നില്ല. തനിക്ക് വഴിതെറ്റിയതായി ശരണ്യ ഹോം സ്റ്റേ ജീവനക്കാരെ ഫോണിലൂടെ അറിയിച്ചെങ്കിലും പിന്നീട് ഫോൺ സിഗ്നൽ നഷ്ടപ്പെടുകയും ഫോൺ സ്വിച്ച് ഓഫ് ആവുകയും ചെയ്തു. പോലീസ്, വനംവകുപ്പ് ഉദ്യോഗസ്ഥർ, നാട്ടുകാർ എന്നിവരടങ്ങുന്ന 60 പേരാണ് തെരച്ചിലിന് നേതൃത്വം നൽകുന്നത്. 5 സംഘങ്ങളായി തിരിഞ്ഞാണ് പരിശോധന. ഇടതൂർന്ന വനമേഖലയിലും മറ്റ് വഴികളിലും ഡ്രോണുകളും സ്നിഫർ നായകളെയും ഉപയോഗിച്ച് തെരച്ചിൽ നടത്തുന്നുണ്ട്. കനത്ത കാടും പ്രതികൂലമായ കാലാവസ്ഥയും രക്ഷാപ്രവർത്തനത്തിന് വെല്ലുവിളിയാകുന്നുണ്ട്. ശരണ്യയുടെ സഹോദരൻ കുടകിലെത്തിയിട്ടുണ്ട്. നാപ്പോക്ലു പോലീസ് സ്റ്റേഷനിൽ മിസ്സിംഗ് കേസ് രജിസ്റ്റർ ചെയ്ത അന്വേഷണം പുരോഗമിക്കുകയാണ്. യുവതി അപകടത്തിൽപ്പെട്ടതാണോ വഴിമാറി സഞ്ചരിച്ചതാണോ എന്ന് അധികൃതർ പരിശോധിച്ചു വരികയാണ്. കുടകിലെ ഒരു ഹോം സ്റ്റേയിൽ താമസിക്കുകയായിരുന്ന ശരണ്യ അവിടെ നിന്നാണ് തടിയൻഡമോൾ മലനിരകളിലേക്ക് ഒറ്റയ്ക്ക് ട്രക്കിങ്ങിനായി പോയത്. ശരണ്യ ട്രക്കിംഗ് പാതയിലേക്ക് പ്രവേശിക്കുന്നതിന്റെ CCTV ദൃശ്യങ്ങൾ ലഭിച്ചിട്ടുണ്ട്.